നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രം പെട്ടെന്ന് തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന്? കഠിനാധ്വാനം ചെയ്തിട്ടും കയ്യിലെത്തിയ ഭാഗ്യം അവസാന നിമിഷം തെന്നിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ആചാര്യ ചാണക്യൻ പറയുന്നു, വിഷപ്പാമ്പിന്റെ കടിയേക്കാൾ മാരകമാണ് അസൂയ നിറഞ്ഞ ഒരുവന്റെ നോട്ടം. ഈ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ ഐശ്വര്യത്തെ കാർന്നു തിന്നുന്നതിന് മുൻപ് അത് തടയാൻ പൗരാണിക തന്ത്രങ്ങളിൽ ഒരു രഹസ്യമുണ്ട്. ശബ്ദതരംഗങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു വജ്രകവചം തീർക്കാൻ കഴിയുന്ന ആ രഹസ്യ മന്ത്രം ഏതാണ്? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദൃഷ്ടിദോഷങ്ങളും ഒഴിഞ്ഞുമാറാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നമസ്കാരം, ചാണക്യ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഊർജങ്ങളുടെ ലോകത്താണ്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള തരംഗങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ചിലർ നമുക്ക് പോസിറ്റീവ് എനർജി നൽകുമ്പോൾ മറ്റു ചിലരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ നോട്ടം പോലും നമ്മുടെ ഓറയെ മലിനമാക്കുന്നു. ഇതിനെയാണ് നമ്മൾ സാധാരണയായി കണ്ണേറ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്ന് വിളിക്കുന്നത്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു ഭരണാധികാരിക്കോ സാധാരണക്കാരനോ തന്റെ ശത്രുക്കളെ തോൽപ്പിക്കാൻ ആയുധങ്ങൾ മാത്രം പോരാ, മറിച്ച് സ്വന്തം ആത്മശക്തി വർദ്ധിപ്പിക്കാനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും അറിഞ്ഞിരിക്കണമെന്നാണ്. ഈ മാസ്റ്റർ ക്ലാസ്സിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ സകല നെഗറ്റിവിറ്റിയെയും ഭസ്മമാക്കാൻ സഹായിക്കുന്ന 5 പ്രധാന കാര്യങ്ങളും ഒപ്പം പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ അതിശക്തമായ രഹസ്യമന്ത്രവും ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താം. വിശദമായ പോയിന്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള ചാണക്യ തന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന അറിവുകളും മലയാളത്തിൽ തുടർച്ചയായി ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഇൻഫോർമേറ്റീവ് വീഡിയോയും ഒട്ടും വൈകാതെ നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇതുപോലെയുള്ള മികച്ച ഉള്ളടക്കങ്ങൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു ഊർജമാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് കടക്കാം. പോയിന്റ് 1, ശബ്ദത്തിന്റെ അതിശക്തമായ ഊർജം. നമ്മുടെ ഈ മാസ്റ്റർ ക്ലാസ്സിലെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ് ഇതാണ്: ശബ്ദത്തിന്റെ ഊർജം. നമ്മൾ വിചാരിക്കുന്നത് മന്ത്രങ്ങൾ എന്നത് വെറുമൊരു വിശ്വാസം മാത്രമാണെന്നാണ്. എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ആചാര്യ ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഓരോ വാക്കിനും പ്രപഞ്ചത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഊർജമുണ്ടെന്നാണ്. നിങ്ങൾ ഒരാളെ ചീത്ത വിളിക്കുമ്പോൾ അയാൾക്ക് വിഷമം തോന്നുന്നത് ആ വാക്കിലെ നെഗറ്റീവ് വൈബ്രേഷൻ കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് കണ്ണേറും. ഒരാൾ അസൂയയോടെ നിങ്ങളെ നോക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ലോ ഫ്രീക്വൻസി തരംഗങ്ങൾ നിങ്ങളുടെ ഊർജ്ജ വലയത്തെ തകർക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ആയുധങ്ങൾ കൊണ്ട് സാധിക്കില്ല. അവിടെയാണ് ശബ്ദത്തിന്റെ അല്ലെങ്കിൽ മന്ത്രങ്ങളുടെ പ്രാധാന്യം. ഒരു പ്രത്യേക താളത്തിൽ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദതരംഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ തകർക്കുകയും പകരം ഒരു പോസിറ്റീവ് എനർജി ഫീൽഡ് നിർമ്മിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു ഗ്ലാസ് പാത്രത്തിന് താങ്ങാൻ കഴിയാത്ത ഫ്രീക്വൻസിയിൽ ശബ്ദം പുറപ്പെടുവിച്ചാൽ ആ ഗ്ലാസ് തകരും. അതുപോലെ നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈ വൈബ്രേഷൻ തരംഗങ്ങൾക്ക് മുന്നിൽ ദൃഷ്ടിദോഷം പോലുള്ള നെഗറ്റീവ് എനർജികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അവ അലിഞ്ഞില്ലാതാകും. നിങ്ങളുടെ മനസ്സിനെ ഒരു റേഡിയോ സ്റ്റേഷൻ പോലെ സങ്കല്പിക്കുക. അതിലെ നോയ്സ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി മാറ്റാൻ ശരിയായ ഫ്രീക്വൻസിയിലുള്ള മന്ത്രങ്ങൾ ആവശ്യമാണ്. പോയിന്റ് 2, രഹസ്യമന്ത്രവും അതിന്റെ പ്രയോഗവും. ഇനി നമ്മൾ ഈ വീഡിയോയിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏത് കടുത്ത കണ്ണേറിനെയും നെഗറ്റീവ് എനർജിയെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ആ രഹസ്യമന്ത്രം ഏതാണ്? പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഇതിനെ അപരാജിത മന്ത്രം അല്ലെങ്കിൽ സുദർശന മന്ത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ആത്മരക്ഷയ്ക്കായി ഒരു വ്യക്തിക്ക് ജപിക്കാവുന്ന ഏറ്റവും ലളിതവും എന്നാൽ അതിശക്തവുമായ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നതാണെന്നാണ്. ഇതിന്റെ അർത്ഥം പ്രപഞ്ചത്തിന്റെ സർവ്വവ്യാപിയായ ആ ശക്തിക്ക് മുൻപിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ്. നിങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ബോധം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉറക്കുന്നു. അതോടെ ഒരു നെഗറ്റീവ് ശക്തിക്കും നിങ്ങളുടെ മേൽ അധികാരമില്ലാതാകുന്നു. ഇതെങ്ങനെ പ്രയോഗിക്കണം? ഇതൊരു പ്രത്യേക രീതിയിൽ ജപിച്ചാൽ മാത്രമേ ഇതിന്റെ പൂർണ്ണ ഫലം ലഭിക്കൂ. ദിവസവും പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുൻപോ ശാന്തമായി ഒരിടത്തിരിക്കുക. നിങ്ങളുടെ നട്ടെല്ല് നേരെയായിരിക്കണം. ഉള്ളം കൈകൾ മുകളിലേക്ക് തുറന്നു പിടിച്ച് കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾക്ക് ചുറ്റും ഒരു സ്വർണ്ണവർണ്ണത്തിലുള്ള പ്രകാശവലയം ഉണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഈ മന്ത്രം 108 തവണ വളരെ സാവധാനം ജപിക്കുക. ഓരോ തവണ ജപിക്കുമ്പോഴും ആ മന്ത്രത്തിന്റെ ശബ്ദം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും പ്രതിധ്വനിക്കുന്നതായി അനുഭവിക്കുക. മന്ത്രം ജപിച്ചു തീരുമ്പോൾ നിങ്ങളുടെ കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മി മുഖത്ത് സ്പർശിക്കുക. ഇങ്ങനെ 21 ദിവസം തുടർച്ചയായി ചെയ്താൽ നിങ്ങളെ തകർക്കാൻ നോക്കുന്ന ഏതൊരു കണ്ണീറും ഒരു കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുന്നത് പോലെ തിരികെ പോകും. നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കുന്നവർ തന്നെ നിങ്ങളുടെ മുന്നിൽ പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോയിന്റ് 3, ഉപബോധ മനസ്സും മന്ത്രവും. നമ്മുടെ ഈ ചർച്ചയിലെ മൂന്നാമത്തെ പോയിന്റ് ഉപബോധ മനസ്സിന്റെ അപാരമായ ശക്തി. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ മനസ്സാണ് മനുഷ്യന്റെ ബന്ധനത്തിനും മോചനത്തിനും കാരണം. കണ്ണീർ നിങ്ങളെ ബാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു ചെറിയ പേടിയെങ്കിലും ഉണ്ടായിരിക്കണം. ആ പേടിയാണ് നെഗറ്റീവ് എനർജിക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴി തുറന്നു കൊടുക്കുന്നത്.
ഇവിടെയാണ് മന്ത്രങ്ങളുടെ യഥാർത്ഥ മാന്ത്രികത തുടങ്ങുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിന് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ അതിന് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് അതേപടി സ്വീകരിക്കും. നിങ്ങൾ ആവർത്തിച്ച് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത് ഞാൻ സുരക്ഷിതനാണ് എന്നാണ്. ഈ സന്ദേശം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു. മനസ്സ് ഒരു വജ്രം പോലെ കടുപ്പമേറിയതാകുന്നു. ഒരിക്കൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾ സുരക്ഷിതനാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു അസൂയയ്ക്കും ഒരു വിഷം നിറഞ്ഞ നോട്ടത്തിനും നിങ്ങളെ സ്പർശിക്കാൻ കഴിയില്ല. ചാണക്യൻ തന്റെ തന്ത്രങ്ങളിൽ എപ്പോഴും ശത്രുക്കളുടെ മനസ്സിനെയാണ് ആദ്യം കീഴടക്കിയിരുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മന്ത്രങ്ങൾ കൊണ്ട് കീഴടക്കിയാൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് മുന്നിൽ നിഷ്പ്രഭമാകും. നിങ്ങളുടെ മനസ്സിനെ ഒരു കോട്ട പോലെ സങ്കല്പിക്കുക. ആ മന്ത്രങ്ങൾ ആ കോട്ടയുടെ കാവൽക്കാരാണ്. പോയിന്റ് 4. മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മന്ത്രങ്ങൾ കേവലം ഉരുവിട്ടതുകൊണ്ട് മാത്രം ഫലം ലഭിക്കില്ല. അതിന് കൃത്യമായ ചില ചിട്ടകളുണ്ട്. ഒരു റേഡിയോ കൃത്യമായ സ്റ്റേഷനിൽ ട്യൂൺ ചെയ്താൽ മാത്രമേ സംഗീതം കേൾക്കാൻ കഴിയൂ എന്നതുപോലെ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരു പ്രത്യേക രീതിയിൽ ട്യൂൺ ചെയ്താൽ മാത്രമേ മന്ത്രങ്ങളുടെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയൂ. 1. കൃത്യമായ സമയം, ദ റൈറ്റ് ടൈം. ചാണക്യൻ എപ്പോഴും ബ്രഹ്മമുഹൂർത്തത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പുലർച്ചെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. ഈ സമയത്ത് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജി ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും. ഈ സമയത്ത് ജപിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് മന്ത്രങ്ങളെ വേഗത്തിലെത്തിക്കാൻ സഹായിക്കും. 2. നട്ടെല്ല് നേരെയാക്കുക. പോസ്ചേഴ്സ്. ജപിക്കുമ്പോൾ നിങ്ങളുടെ നട്ടെല്ല് എപ്പോഴും നേരെയായിരിക്കണം. നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ചക്രാസ് നട്ടെല്ലിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. നിങ്ങൾ വളഞ്ഞിരുന്നാൽ ഊർജ്ജ പ്രവാഹം തടസ്സപ്പെടും. നേരെയിരുന്ന് ജപിക്കുമ്പോൾ മന്ത്രത്തിന്റെ വൈബ്രേഷൻ തലച്ചോറിലേക്ക് കൃത്യമായി എത്തും. 3. ഏകാഗ്രത, ഫോക്കസ്. മന്ത്രം ജപിക്കുമ്പോൾ മനസ്സ് എങ്ങോട്ടെങ്കിലും അലഞ്ഞുതിരിയുകയാണെങ്കിൽ അതിന്റെ ഗുണം പകുതിയായി കുറയും. ഓരോ അക്ഷരവും ശ്രദ്ധിച്ച് ജപിക്കുക. മന്ത്രത്തിന്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ പ്രതിധ്വനിക്കുന്നത് അനുഭവിക്കുക. 4. സ്ഥലം, എൻവയറൺമെന്റ്. സ്ഥിരമായി ഒരേ സ്ഥലത്തിരുന്ന് ജപിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് സ്ഥിരമായി ജപിക്കുമ്പോൾ ആ സ്ഥലത്ത് ഒരു പോസിറ്റീവ് ഊർജ്ജവലയം രൂപപ്പെടും. പിന്നീട് ആ സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊരു സാധാരണ വീഡിയോ ആയി കണ്ടു തള്ളരുത്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും അസൂയക്കാരുടെ നോട്ടത്തിൽ നിന്ന് ഒരു കവചം തീർക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ശീലിച്ചു തുടങ്ങുക. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ യൂട്യൂബ് സഹായിക്കും. അതുപോലെ ഇതുപോലെയുള്ള പൗരാണിക രഹസ്യങ്ങൾ ഇനിയും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഈ 21 ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഐ സ്റ്റാർട്ട് ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു കമന്റ് നിങ്ങളുടെ മാറ്റത്തിനുള്ള ആദ്യ ചുവടുവെപ്പായിരിക്കും. മറക്കരുത്, മാറ്റം തുടങ്ങേണ്ടത് നിങ്ങളിൽ നിന്നാണ്. പോയിന്റ് 5. സ്ഥിരതയും വിശ്വാസവും. നമ്മുടെ ഈ ദീർഘമായ ചർച്ചയുടെ അവസാന പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്ഥിരതയുടെ പ്രാധാന്യം. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നവന് ഒരു ലക്ഷ്യവും കീഴടക്കാൻ കഴിയില്ല. കണ്ണേറും നെഗറ്റീവ് എനർജിയും മാറാനുള്ള ഈ മന്ത്രം ഒരു ദിവസം ജപിച്ചതുകൊണ്ട് മാത്രം അത്ഭുതം സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനെ ഒരു ജീവിത ശൈലിയായി മാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. പലരും ചോദിക്കാറുണ്ട്, ഞാനിത് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്താണ് മാറ്റമില്ലാത്തത്? ഓർക്കുക, ഒരു കല്ലിൽ നിരന്തരമായി വെള്ളം വീഴുമ്പോൾ മാത്രമേ അതിൽ കുഴിയുണ്ടാകൂ. അതുപോലെ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ വർഷങ്ങളായുള്ള ഭയവും നെഗറ്റിവിറ്റിയും മാറാൻ കുറച്ച് സമയമെടുക്കും. ചുരുങ്ങിയത് 21 ദിവസമെങ്കിലും ഈ മന്ത്രം മുടങ്ങാതെ ജപിക്കണം. 21 ദിവസം എന്നത് വെറും ഒരു സംഖ്യയല്ല, മറിച്ച് നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ പുതിയൊരു പാത നിർമ്മിക്കാൻ എടുക്കുന്ന സമയമാണ്. നിങ്ങൾ സ്ഥിരമായി ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഓറ അല്ലെങ്കിൽ ഊർജ്ജവലയം കൂടുതൽ തെളിച്ചമുള്ളതാകും. പിന്നീട് ഒരാൾ അസൂയയോടെ നിങ്ങളെ നോക്കിയാൽ പോലും ആ നെഗറ്റീവ് എനർജിക്ക് നിങ്ങളുടെ അടുത്തെത്താൻ കഴിയില്ല. നിങ്ങൾ ആത്മവിശ്വാസത്തിന്റെ ഒരു കൊടുമുടിയായി മാറും. ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടും. നിങ്ങളുടെ വളർച്ച തടയാൻ നോക്കിയവർ പോലും നിങ്ങളുടെ വിജയം കണ്ട് സ്തബ്ധരായി നിൽക്കും. ഈ മാറ്റം അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ ഇന്നത്തെ ഈ ആഴത്തിലുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. മന്ത്രങ്ങൾ എന്നത് വെറും വാക്കുകളല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യാനുള്ള തന്ത്രങ്ങളാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ രഹസ്യമന്ത്രവും 5 പോയിന്റുകളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഓർക്കുക, നിങ്ങൾ എപ്പോഴും സുരക്ഷിതനാണ് എന്ന ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങളെ സ്പർശിക്കാനുള്ള ശക്തിയില്ല. ഈ കുറച്ച് മിനിറ്റ് നിങ്ങൾ ഈ അറിവിനായി മാറ്റിവെച്ചുവെങ്കിൽ നിങ്ങൾ ഇതിനോടകം തന്നെ മാറ്റത്തിന്റെ പാതയിലാണ്. ഈ മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങൾ സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരാൾക്ക് വലിയൊരു വെളിച്ചമായിരിക്കും. ഇതുപോലെയുള്ള പൗരാണിക രഹസ്യങ്ങളും ജീവിത വിജയത്തിനായുള്ള ചാണക്യതന്ത്രങ്ങളും മലയാളത്തിൽ നിരന്തരമായി ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ അടുത്ത പവർഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇതുപോലെയുള്ള അറിവുകൾ ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു പ്രേരണയാണ്. ആത്മവിശ്വാസത്തോടെയും ഭയമില്ലാതെയും ഒരു സിംഹത്തെ പോലെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലക്ഷ്യം മറക്കാതിരിക്കുക, കരുത്തോടെ പോരാടുക. മറ്റൊരു അത്ഭുതകരമായ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.